ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന സെൻസസ് 2027 കേരളത്തിലെ ആദ്യഘട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനാണ് ഈ സമ്മേളനം നടത്തുന്നത്. ജൂലൈ 1 മുതൽ 30 വരെയാണ് ഭവന സെൻസസ് നടത്തുന്നത്. ഇനി സെൻസസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ക്ഷണിക്കുന്നു സെക്രട്ടറി പൊതുഭരണ വകുപ്പ് ആൻഡ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ശ്രീ കെ ബിജു IAS. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സെൻസസ് ഓപ്പറേഷൻസിൻ്റെ ഫസ്റ്റ് ഫേസാണ് 2027 നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതിനകം തന്നെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വിശദമായിട്ടുള്ള ട്രെയിനിങ്, സൂപ്പർവൈസേഴ്സ്, എന്യൂമറേറ്റേഴ്സ്, അതേപോലെ ഹൗസ് ലിസ്റ്റിംഗ്, ബ്ലോക്ക് ഫോർമേഷൻ ഇതെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്മാർട്ട് ഫോൺ വഴിയോ നമ്മുടെ ടാബ്ലറ്റ് വഴി, നമ്മുടെ ടാബ് വഴിയോ അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് വഴിയോ വീട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. കേരളം ഒരു സാക്ഷരത സംസ്ഥാനമാണ്, ഹയസ്റ്റ് ലിറ്ററസി ഉള്ളൊരു സംസ്ഥാനമാണ്. നല്ലൊരു ജനകീയ മൂവ്മെൻ്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം എന്യൂമറേറ്റേഴ്സ് വരുന്ന ഒരു സമയം, അതായത് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നത് അടുത്ത സ്റ്റേജ് സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് ജൂൺ 16 തൊട്ട് ജൂൺ 30 വരെയാണ്. അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ വീട്ടുകളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ എവിടെയാണോ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നത് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് നമ്മുടെ ഹൗസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്യാം. അതെല്ലാം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൗസ് ലിസ്റ്റിങ്ങിന് വേണ്ടി ജൂലൈ 1 ജൂലൈ 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിൻ്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മളും അതിന് അനുസരിച്ചിട്ടുള്ളൊരു സിസ്റ്റം ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റ എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ സാധിക്കും. അപ്പോൾ ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് ഇതെല്ലാം പോർട്ടലിൽ നമ്മൾ ലഭ്യമാക്കാൻ സാധിക്കും. മാത്രമല്ല ഇത് തികച്ചും ഓരോ വ്യക്തികളുടെയും ഓരോ കുടുംബത്തിൻ്റെയും സ്വകാര്യത അല്ലെങ്കിൽ ഒരു പ്രൈവസി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സെൻസസ് ആണ്. ദിസ് ഡേറ്റ വിൽ നോട്ട് ബി ഷെയർഡ് വിത്ത് എനിബഡി അൺനെസസറിലി. ഇറ്റ് ഹാസ് ഫുൾ ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി വിച്ച് ഇസ് ദെയർ ഇൻ ദി സെൻട്രലൈസ്ഡ് സെർവർ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ആശങ്കയും നമുക്ക് വേണ്ട. മാത്രമല്ല അൺനെസസറി ആയിട്ടുള്ള ചില ഫാമിലീസ് അല്ലെങ്കിൽ ചില ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ സമയത്ത് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഡേറ്റ അൺനെസറി ആയിട്ടുള്ള ഒരു ഡേറ്റയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ദിസ് വിൽ ബി ടോട്ടലി പ്രൊട്ടക്റ്റഡ്. ഈ എന്യൂമറേഷൻ സമയത്ത് പരമാവധി നമ്മൾ പത്രമാധ്യമ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല പബ്ലിസിറ്റി കൊടുത്താൽ മാത്രമേ ആളുകൾ ഇതിൽ പങ്കാളികളാകാൻ പറ്റും. മാത്രമല്ല സെൻസസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ മാത്രമല്ല, വികസനത്തിന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇന്നീക്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് റിസോഴ്സസ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക, അതിനുള്ളും കൂടി ഒരു അവസരമാണ് സെൻസസ് 2027. അപ്പോൾ ഇതിനെല്ലാവരും പങ്കാളികളാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസ് നമുക്ക് ആരംഭിക്കുന്നത് ജൂലൈ 1 to 30. ഓരോ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്ക് നമ്മൾ തയ്യാറെടുപ്പോടുകൂടി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിന് എന്യൂമറേറ്റേഴ്സ് ഫീൽഡ് വിസിറ്റ് ചെയ്തുകൊണ്ട്, കൂടുതലും സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും, അവർ ഫീൽഡ് വിസിറ്റ് ചെയ്തുകൊണ്ട് ഓരോ വീടുകളും അവർ സന്ദർശിച്ചുകൊണ്ട് ഈ ഹൗസ് ലിസ്റ്റിംഗ് ഡീറ്റെയിൽസ് എടുക്കും. പക്ഷെ അതിന് മുന്നോടിയായിട്ട് എന്യൂമറേഷൻ പ്രോസസ്സ്, സെൽഫ് എന്യൂമറേഷൻ പ്രോസസ്സ് ചെയ്ത കുടുംബങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിൻ്റെ ഒരു പ്രക്രിയ നമുക്ക് ഒഴിവാക്കാനും കൂടി സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ കേരളം ഒരു ഫുള്ളി ഡിജിറ്റൽ ലിറ്ററസി സ്റ്റേറ്റ് ആയതുകൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും സെൽഫ് എന്യൂമറേഷൻ വഴി തന്നെ പരമാവധി ഡേറ്റ അതാത് കുടുംബങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇത്രയുമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത ഫേസ് ഓഫ് സെൻസസ് ഇസ് നെക്സ്റ്റ് ഇയർ 2028 മാർച്ച്. വേറെ ഡെസിനിയൽ നമ്മൾ കൗണ്ട് എടുക്കുന്ന ഒരു ദിവസമാണ്. ആ കൗണ്ട് എടുക്കുമ്പോൾ കേരളത്തിലെമ്പാടുമുള്ള എല്ലാ സംസ്ഥാനത്തിലും ഒരേ ദിവസം ഒരു മിഡ്നൈറ്റിൽ നമ്മൾ കൗണ്ട് എടുക്കുമ്പോൾ, ഇൻക്ലൂഡിങ് ഹൗസ്ലെസ് പോപ്പുലേഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ നമ്മൾ ജനസംഖ്യയുടെ ഒരു കണക്ക് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും ബൈ 2028. സോ ബിക്കോസ് ഓഫ് കോവിഡ് കാരണം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം. സോ ഈ സെൻസസിൽ എല്ലാവരും പങ്കാളികളാവണം. പത്രമാധ്യമ സുഹൃത്തുക്കളും പരമാവധി പബ്ലിസിറ്റി കൊടുക്കണം. എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സെൻസസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കേന്ദ്ര പട്ടികയിൽപ്പെട്ട വിഷയമാണ്. സെൻട്രൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. 69ാമത്തെ സീരിയൽ നമ്പറായിട്ടാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നിയമപരമായ അടിസ്ഥാനം 1948 സെൻസസ് നിയമവും 1990 സെൻസസ് ചട്ടങ്ങളും അതിനെ തുടർന്നുള്ള ഭേദഗതികളുമാണ്.
പിന്നെ ഇത് നടപ്പിലാക്കുന്നത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയമാണെങ്കിലും അതാത് സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടു കൂടി മാത്രമേ ഇത് നടപ്പിലാകുകയുള്ളൂ. കാരണം അറിയാമല്ലോ, നമുക്ക് എന്യൂമറേറ്റേഴ്സ്, സൂപ്പർവൈസേഴ്സും അതുപോലെ ഫീൽഡ് ലെവൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ഫുള്ളി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതാത് സംസ്ഥാന സർക്കാരുകളുമായിട്ട് സഹകരിച്ചാണ് നടപ്പിലാകുന്നത്. പിന്നെ ഇതിൽ വകുപ്പ് 15 സെൻസസ് ആക്ട്, അത് ആദ്യത്തെ സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്താൻ കാരണം ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിഗത വിവരങ്ങൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ്. ദ റെക്കോർഡ്സ് ഓഫ് സെൻസസ് നോട്ട് ഓപ്പൺ ടു എനി ഇൻസ്പെക്ഷൻ ഓർ ഇൻ എനി സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സ് ആണ്. അത് ആക്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വകുപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം രഹസ്യാത്മകമാണ് നമ്മൾ ഓരോരുത്തരും നൽകുന്ന വിവരങ്ങൾ. കാരണം ഇൻഡിവിജ്വൽ ഡേറ്റ ഒരിക്കലും ഷെയർ ചെയ്യപ്പെടുന്നില്ല. അത് RTA ആക്ടിൻ്റെ സെക്ഷൻ 8(1)(j) ആ പരിധിയിൽ വരുന്നതാണ്. പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്, ഒരാൾ ചോദിച്ചാൽ കൊടുക്കേണ്ടതില്ല. അപ്പോൾ അത്രയും പ്രൊട്ടക്ഷനാണ്. കാലങ്ങളായിട്ട് തന്നെ ഈ സെൻസസ് നടന്നു വരുന്നതാണ്. 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആണ്. പൂർണ്ണമായും ഡിജിറ്റലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പരമ്പരയിലെ 16ാമത്തെ സെൻസസും സ്വാതന്ത്ര്യാനന്തരമുള്ള 8ാമത്തെ സെൻസസുമാണ്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ഒരു ചരിത്രം, അതായത് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള ഡിജിറ്റൽ സെൻസസ് ആണ്. നിയമപരമായ അടിസ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിൻ്റെ നിയമവും ചട്ടങ്ങളും ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. വകുപ്പ് 8ലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് ഉത്തരം നൽകാനുള്ള ബാധ്യതയും സംബന്ധിച്ച് പറയുന്നത്. അതായത് ഒരു എന്യൂമറേറ്റർ വീട്ടിൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ നമ്മൾ ഓരോരുത്തരും പൊതുജനങ്ങൾ ഉൾപ്പെടെ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ആ വകുപ്പിൽ സൂചിപ്പിക്കുന്നത്. അതായത് ടു ദ ബെസ്റ്റ് ഓഫ് നോളജ് ഓർ ബിലീഫ് നമ്മൾ ആ ചോദ്യത്തിനുള്ള ഒരു കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകണം എന്നുള്ളതാണ് ആക്ടിലും റൂൾസിലുമായിട്ട് പറയുന്നത്. പിന്നെ വകുപ്പ് 9ലാണ് നമ്മുടെ എന്യൂമറേറ്റർമാർക്ക് ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ കയറുവാനും അവിടുത്തെ ബിൽഡിംഗ് നമ്പറും സെൻസസ് ഹൗസ് നമ്പറും രേഖപ്പെടുത്തുവാനുള്ള, അത് അഫിക്സ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആ ഓക്യുപ്പയർ കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ വകുപ്പ് 11ലാണ് സെൻസസ് നിയമപ്രകാരമുള്ള പിഴയും ശിക്ഷയും പറയുന്നത്. വകുപ്പ് 15 ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു എനി ക്രിമിനൽ ഓർ സിവിൽ പ്രൊസീഡിംഗ് ഓർ ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് അൺലെസ് ദർ ഇസ് എ പ്രോസിക്യൂഷൻ അണ്ടർ ദി ആക്ട്. അതായത് ഇത് പൂർണ്ണമായും കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും സൂക്ഷിക്കുക എന്നുള്ളതാണ്. അഗ്രിഗേറ്റ് ഡേറ്റ മാത്രമേ പബ്ലിഷ് ചെയ്യപ്പെടുന്നുള്ളൂ, ഇൻഡിവിജ്വൽ ഡേറ്റ പബ്ലിഷ് ചെയ്യപ്പെടുന്നില്ല. അടുത്തത് ഭരണപരമായ ഘടന എന്ന് പറയുന്നത് ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കേന്ദ്ര തലത്തിൽ നമുക്ക് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഇന്ത്യ ശ്രീ മൃത്യുഞ്ജയ് കുമാർ നാരായൺ IAS ആണ്, അദ്ദേഹമാണ് ഇത് ഫുൾ നിയന്ത്രിക്കുന്നത്. പിന്നെ അതിൻ്റെ കീഴിലായി എല്ലാ സംസ്ഥാനങ്ങളിലും ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഉണ്ട്. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഒരു സ്റ്റേറ്റ് ലെവൽ സെൻസസ് കോർഡിനേഷൻ കമ്മിറ്റി തന്നെയുണ്ട്, വിവിധ വകുപ്പ് സെക്രട്ടറിമാരൊക്കെ ഉൾപ്പെടുന്നത്. ആ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതിൻ്റെ സംസ്ഥാന തലത്തിലെ ഏകോപനം ഉറപ്പുവരുത്തുന്നത്. പിന്നെ നോഡൽ ഓഫീസറുണ്ട്, GAD സെക്രട്ടറി. പിന്നെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന് പറയുന്നത് അതാത് ജില്ലാ കളക്ടർമാരാണ് 14 ജില്ലകളിലെ. പിന്നെ നമുക്ക് അഡീഷണൽ PCOs ഉണ്ട്. ചാർജ് ഓഫീസർമാരെന്ന് പറയുന്നത് അതായത് ഓരോ ചാർജ്, റൂറൽ ചാർജ്, അർബൻ ചാർജ്, അങ്ങനെയാണ് നമുക്കിവിടെ ഘടന വരുന്നത്. റൂറൽ എന്ന് പറയുമ്പോൾ താലൂക്കുകളെല്ലാം, അർബൻ എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷൻസും. പിന്നെ ഫീൽഡ് ലെവൽ സ്റ്റാഫാണ് നമ്മുടെ അധ്യാപകരും മറ്റ് സർക്കാർ ജീവനക്കാരും ഉൾപ്പെടുന്ന എന്യൂമറേറ്റർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. സെൻസസ് 2027 എന്നാണ് അറിയപ്പെടുന്നത്. കാരണം പ്രധാനപ്പെട്ട സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഫെബ്രുവരി 2027 മാർച്ചിൽ റിവിഷണൽ റൗണ്ട് അങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ നടത്താൻ പോകുന്നത് ഫസ്റ്റ് ഫേസ് ആണ്. 1ാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസ്, അതായത് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതാണ് ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 30 ദിവസത്തെ പീരീഡിനുള്ളിലാണ് അത് നടത്തേണ്ടത്. പല സംസ്ഥാനങ്ങളിലും അത് കഴിഞ്ഞു. നമുക്ക് ഇലക്ഷൻ കാരണമാണ് നമുക്കൊന്ന് വൈകിയത്. അല്ലെങ്കിൽ ഇത് ഏപ്രിൽ മെയ്യിലായിട്ട് നടത്തേണ്ടതാണ്. പക്ഷേ ഇലക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ചൊന്ന് നീട്ടി വെക്കേണ്ടി വന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ബേസിക്കലി ഹൗസിംഗ് ഫെസിലിറ്റീസ്, ഹൗസിംഗ് അമ്യൂണിറ്റീസ്, അതിൻ്റെ ഒരു
ചോദ്യാവലിയും അതിനെ കുറിച്ചുള്ള റെസ്പോണ്ടന്റിന്റെ റെസ്പോൺസസ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. ഇനി അതിന് തൊട്ട് മുമ്പായിട്ടാണ് സെൽഫ് എന്യൂമറേഷൻ. വിശദീകരിക്കുന്നില്ല, അത് വിശദമായ സ്ലൈഡ് വരുന്നുണ്ട്. രണ്ടാം ഘട്ടമാണ് പ്രധാനപ്പെട്ട ജനസംഖ്യാ കണക്കെടുപ്പ് വരുന്നത്. അതായത് നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ, അതായത് ഓരോ ആളിൻ്റെയും വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെയുള്ളത് ശേഖരിക്കുന്നതും ഓരോരുത്തരുടെയും കൗണ്ട് എടുക്കുന്നതും. അതാണ് ജനസംഖ്യാ കണക്കെടുപ്പ്, പോപ്പുലേഷൻ എന്യൂമറേഷൻ. അത് ഫെബ്രുവരിയിലായിരിക്കും 2027. അപ്പോൾ അതുകൊണ്ടാണ് സെൻസസ് 2027 എന്ന് തന്നെ അറിയപ്പെടുന്നത്. അടുത്തത് ഇതാണ് ചോദ്യങ്ങൾ. ഓൾറെഡി എനിക്ക് തോന്നുന്നു പല പത്രമാധ്യമങ്ങളിലും ഇത് വന്നു കഴിഞ്ഞു. ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ചോദ്യങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന വിജ്ഞാപനങ്ങളൊക്കെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഞാൻ ഓരോന്നിലും കടക്കുന്നില്ല. മുപ്പത്തി 4 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 33 ചോദ്യങ്ങളായിരിക്കും ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് ശേഖരിക്കുക. ഒന്ന് ഓട്ടോ ഇൻക്രിമെന്റഡ് ആണ്, ലൈൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു അടിസ്ഥാന, കേരളത്തെ സംബന്ധിച്ച് വരുമ്പോൾ ഉള്ള അടിസ്ഥാന വിവരം. താലൂക്ക് 78, സ്റ്റാറ്റ്യൂട്ടറി ടൗൺ, അതായത് മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻസ്. സെൻസസ് ടൗൺ എന്ന് പറയുന്നത് സെൻസസിന് വേണ്ടി മാത്രമുള്ള ഒരു നിർവചനമാണ്. അത് നമുക്ക് 682, അതായത് വില്ലേജുകൾ, അർബൻ സ്വഭാവമുള്ള വില്ലേജുകളെയാണ് നമ്മൾ സെൻസസ് ടൗണുകൾ എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ റൂറൽ വില്ലേജുകൾ 758. ഈ വീട് പട്ടിക ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ ബ്ലോക്കുകളായിട്ട് ഇതിനെ തരംതിരിക്കുന്നു, ഈ ഭരണപരമായ യൂണിറ്റുകളെ. അതൊരു ഏകദേശം ഇപ്പോൾ നമ്മൾ ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വീട് പട്ടിക ബ്ലോക്കുകൾ തിരിച്ചു കഴിഞ്ഞു എന്യൂമറേഷന് തൊട്ട് മുൻപായിട്ട്. അതൊരു ഏകദേശം 58,619 ഉണ്ട്. എന്യൂമറേറ്റർമാർ നമ്മുടെ ഏകദേശം 61,282, സൂപ്പർവൈസർമാർ 10,189. അടുത്തത് ഇത് വിവിധ വിജ്ഞാപനങ്ങളും ഉത്തരവുകളുമാണ്. സെൻസസ് എടുക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്, അതിനെ തുടർന്ന് ചോദ്യാവലി പ്രസിദ്ധീകരിച്ചത്. പിന്നെ പബ്ലിക്കിന്റെ കോഓപ്പറേഷൻസ് സൊളിസിറ്റ് ചെയ്തുകൊണ്ട്, റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ആളുകളും കൃത്യവും വ്യക്തവുമായ ഒരു മറുപടി നൽകണം എന്നുള്ളത്. റെസ്പോണ്ടന്റ് എന്ത് പറയുന്നു അതായിരിക്കും രേഖപ്പെടുത്തുക. അത് എന്യൂമറേറ്ററുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് രേഖപ്പെടുത്തുക എന്നുള്ളതല്ല. റെസ്പോണ്ടന്റ് എന്ത് പറയുന്നു അത് അനുസരിച്ച് രേഖപ്പെടുത്തുക. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതായത് നമ്മുടെ സെൻസസ് ഫംഗ്ഷണറീസിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു, ഇതിന് മുന്നോടിയായിട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. വിവിധ തലത്തിലുള്ള പരിശീലന പരിപാടികളാണ്. നമുക്ക് നാഷണൽ ട്രെയിനേഴ്സ് ഉണ്ട്, അതുപോലെ ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ തലത്തിലുള്ള ട്രെയിനിങ്ങുകളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 46 മാസ്റ്റർ ട്രെയിനർമാരുണ്ട്, 1120 ഫീൽഡ് ട്രെയിനേഴ്സ്. 1120 ഫീൽഡ് ട്രെയിനേഴ്സാണ് ഈ പറയുന്ന എന്യൂമറേറ്റേഴ്സ്, സൂപ്പർവൈസേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അതിലിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളുള്ളത്, കേരളം. എന്യൂമറേറ്റർ സൂപ്പർവൈസർമാരുടെ പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 23/6 തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഇപ്രാവശ്യത്തെ ഡിജിറ്റൽ സെൻസസിനോടനുബന്ധിച്ച് ഉപയോഗിക്കപ്പെടുന്ന ടൂൾസ് ആണ്. അതായത് ഈ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായിട്ട് തരംതിരിക്കുക. ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്സും പോപ്പുലേഷൻ എന്യൂമറേഷന് എന്യൂമറേഷൻ ബ്ലോക്സ് എന്നിങ്ങനെയാണ് നമ്മുടെ 2 കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്സ് തരംതിരിച്ചിരിക്കുന്നത് ഒരു വെബ് മാപ്പിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ് രണ്ടാമത്തെ ഡിജിറ്റൽ ടൂൾ എന്ന് പറയുന്നത്. ജൂൺ 16 മുതൽ, അതായത് നാളെ മുതലാണ് അത് പ്രാബല്യത്തിൽ, അത് ഓപ്പൺ ആവുക. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിൽ കയറി കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ HLO, അതായത് ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിൽ HLO ആപ്പാണ് നമ്മൾ എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും ഉപയോഗിക്കുക. അതുവഴിയായിരിക്കും എൻട്രി വരുത്തുക. പിന്നെ ഇതെല്ലാം നിരീക്ഷിക്കുന്നതിനും എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നതിനുമായിട്ട് നമുക്കൊരു സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം CMMS പോർട്ടലുണ്ട്. അപ്പോൾ അതുവഴിയായിരിക്കും വിവിധ തലങ്ങളിലുള്ള നിരീക്ഷണം നടത്തുക. അതായത് ഇപ്പോൾ കളക്ടർമാർക്കായാലും ചാർജ് ഓഫീസേഴ്സിനായാലും ഡയറക്ടർക്കായാലും സെക്രട്ടറിക്കായാലും ഒക്കെ അതിൽ കയറി പരിശോധിക്കാവുന്നതാണ്. റിപ്പോർട്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഇത് മൊബൈൽ ആപ്പിൻ്റെ
ഒരു ഡിസ്ക്രിപ്ഷനാണ്. 16 ഭാഷകളിൽ ലഭ്യമാണ്. ഈ ആപ്പുകളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ORG, അതായത് ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ഇന്ത്യയാണ്. അവിടെ നിന്നാണ് ഇതെല്ലാം ഈ ആപ്പുകളുടെ എല്ലാം ഡേറ്റ ശേഖരണവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെർവേഴ്സിലോട്ട് സിങ്ക് ചെയ്യുന്നതും എല്ലാം പരിശോധിക്കുന്നത്. ഇതാണ് സെൽഫ് എന്യൂമറേഷൻ. ജൂൺ 16 മുതൽ 30 വരെ. ഇതാണ് വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്. അതായത് ആ പോർട്ടലിൽ കയറുക, https://sc.census.gov.in. അതിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക, ക്യാപ്ച എൻ്റർ ചെയ്യുക, നെയിം ഓഫ് ദി ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡ് എൻ്റർ ചെയ്യുക. ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ആരാണോ നമ്മുടെ ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡായി നമ്മൾ തീരുമാനിക്കുന്ന ആരാണോ കുടുംബത്തിലെ ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആൾ, അതായിരിക്കും നെയിം ഓഫ് ദി ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡ്. അപ്പോൾ അത് എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് OTP വരുന്നതാണ് മൊബൈൽ നമ്പർ, അത് വെരിഫൈ ചെയ്യുക. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇമെയിലും കൂടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇമെയിലിലോട്ടും ആ സെൽഫ് എന്യൂമറേഷൻ ID വരും. പിന്നെ താമസ സ്ഥലം അതിൽ മാപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ HLO ക്വസ്റ്റ്യൻസ്, അതായത് 34 ക്വസ്റ്റ്യൻസ് വരും. അതിൽ ചില ക്വസ്റ്റ്യൻസ് ഓട്ടോ ഇൻക്രിമെൻറ്റഡ് ആണ്, ബാക്കിയുള്ളതിന് നമ്മൾ ആ മറുപടി കൊടുക്കുക, അത് പൂർത്തീകരിക്കുക. പിന്നെ ഫൈനലി എല്ലാം നോക്കിയതിന് ശേഷം ഡ്രാഫ്റ്റ് സേവ് ചെയ്യാവുന്നതാണ്, എഡിറ്റും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫൈനലി സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു സെൽഫ് എന്യൂമറേഷൻ ID 11 അക്ക ID കിട്ടും. ആ ലഭ്യമാകുന്ന ID സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുകയോ ചെയ്താലും മതി. അത് മറ്റുള്ള കുടുംബാംഗങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഏത് കുടുംബാംഗമായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പില്ലായിരിക്കും. അപ്പോൾ അത് ഷെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്യൂമറേറ്റർ ഫീൽഡിൽ വരുമ്പോൾ, ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് HLO ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഈ സെൽഫ് എന്യൂമറേഷൻ ID ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ഹി ഓർ ഷീ ക്യാൻ ഗോ ത്രൂ ദ എൻറ്റയർ ഡീറ്റെയിൽസ്. അപ്പോൾ അത് കൺഫേം ചെയ്യാം. ഒന്നും കൂടെ ആ നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് ചോദിക്കുകയും അത് കൺഫേം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. കൺഫേം ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്നു, അത് പോകുന്നു. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് കഴിഞ്ഞാലും എന്യൂമറേറ്റർ ഫീൽഡിൽ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇപ്രാവശ്യം അങ്ങനെയാണ് പോകുന്നത്. സെൽഫ് എന്യൂമറേഷനെ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഒരു ഫ്ലോ ചാർട്ട്. ഞാൻ പറഞ്ഞ അതേ വസ്തുതകൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വിശദമായ ട്യൂട്ടോറിയൽ വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. ഇത് ഈ ഡേറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്, അതായത് പല ബാംഗ്ലൂരു, ലക്നൗ, ഡൽഹി എന്നിവിടങ്ങളിലായിട്ട്. അപ്പോൾ അവിടെയാണ് ഇത് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 1855. അതിപ്പോൾ നമ്മുടെ ഡയറക്ടറേറ്റിൽ സജ്ജീകരിക്കപ്പെടുന്നതാണ് ഉടനെ. അപ്പോൾ അതിൽ പൊതുജനങ്ങൾക്ക് സംശയങ്ങളുള്ള പക്ഷം അവർക്ക് അവിടെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതിനുള്ള സഹായം, ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസോ, ഇപ്പോൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിവരം തേടാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഒരു പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിലുള്ളത്. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.